അഖിലേട്ട അത്ര ബോധമില്ല. ഇല്ലാത്ത കഴുതകളാണോ എന്നോട് വന്നിട്ട് ചോദിക്കുന്നത് പേര് പറ, ഏത് വെങ്കൊച്ചാ പോയത്, ഇവിടുമാരൊക്കെ എവിടുന്ന് വന്നതാ, ഇവിടുമാരൊക്കെ എവിടുത്തെ സ്ത്രീപക്ഷവാദികളാ, പേര് പറയാൻ പോലും അങ്ങനെ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പിന്നെ രണ്ടാമത്തെ കാര്യം, ചാനലിലെ രണ്ടുപേരെ പേര്, ഞാൻ ചാനലിലെ രണ്ടുപേരെ പേര് പൊതുമധ്യത്തിൽ പറയുന്നുണ്ട്. എന്താണ് ഗുണം? അവര് വീണ്ടും ആ ചാനലിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇത്രയും ബോധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അഖിലേട്ടൻ ഇപ്പം പറയുന്നത് ബോധമുള്ളവർക്ക് കാര്യം മനസ്സിലാവുന്ന പറയുന്നത്. അഖിലേട്ട അത്ര ബോധമില്ല. അഖിലേട്ടൻ ആ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ സമയത്ത് ഒന്നും പറയണ്ട, ആ സ്ത്രീകളെന്നും പറയണ്ട, അതോ ഓക്കെ സ്ത്രീകളെ ഇങ്ങനെ ഇര ആക്കപ്പെട്ടെന്ന് പറയുന്നതിൽ യാതൊരു യോജിപ്പില്ല. അത് വേറൊരു വിഷയം, അതിനെ കുറിച്ച് വേറൊരു സംസാരം തന്നെ സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് അഖിലേട്ടൻ തന്നെ പറയണം. അത് അഖിലേട്ടന്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്, കർത്തവ്യമാണ്. പക്ഷെ അതിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് ഗുണം? അത് പൊതുമധ്യത്ത് പറഞ്ഞതിനെ കൊണ്ട് എന്താണ് ഗുണം എന്നൊക്കെ ചോദിക്കുന്നത്. എന്താണ് കാര്യം അഖിലേട്ട? നമ്മുടെ അഖിലേട്ടന്റെ കവായിത പോയിപ്പോയോ എനിക്ക് മനസ്സിലാവുന്നില്ല. പൊതുമധ്യത്തില് ഈ രണ്ട് വ്യക്തിയുടെ പേര് പറഞ്ഞു വരച്ച് എന്താണ് ഇത്ര പ്രശ്നം? അത് പറഞ്ഞതിനെ കൊണ്ട് എന്താ ഗുണം എന്നാണ് അഖിലേട്ടൻ ചോദിക്കുന്നത്. അഖിലേട്ട ഈ രണ്ട് എട്ടുകാലികള് വല വിരിച്ചും കൊണ്ടേ ഇരിക്കണേ. അത് ഇപ്പൊ പോയി ചാടിക്കൊടുക്കുന്ന ഗേൾസ് അത് വേറെ, അവരുടെ കാര്യം പറയേണ്ടതേ ഇല്ല. അത് പിന്നെ ഇനി എന്താണെന്നുണ്ടെങ്കിൽ കിടന്നു കൊടുത്താലും മലന്നു കൊടുത്താലും കമഴ്ന്ന് കിടന്നു കൊടുത്താലും ഇങ്ങനെ ആയാലും കാര്യങ്ങൾ സാധിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചെടുക്കുന്ന ഗേൾസ് ആയിരിക്കും. അത് ഗേൾസ്, ലേഡീസ്, സ്ത്രീകൾ എന്ന് പറയുമ്പം എല്ലാവരും അങ്ങനത്തെ ഒരു വാർത്താനൊന്നല്ല കേട്ടോ മാം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അഖിലേട്ട ഈ പറഞ്ഞൊരു സംഗതി ഇത്ര നിലപാടോടുകൂടി അതല്ലെങ്കിൽ എന്താ പറയാ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് എന്താ പറയാ ഡബിൾ സ്റ്റാൻഡ് ഒന്നും ഇല്ലാതെ അഖിലേട്ടൻ ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അഖിലേട്ട ഇപ്പൊ പറയാണ് ഞാൻ ഈ രണ്ട് വ്യക്തികളുടെ കാര്യം പറഞ്ഞിട്ട് എന്താണ് ഗുണം എന്നുള്ളത്. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അഖിലേട്ട ഇപ്പൊ ഈ രണ്ട് എട്ടുകാലികൾ ഇപ്പം ഈ ഏഷ്യാനെറ്റ് ഇതിൽ ഇടപെട്ടിട്ട് അവരെ ഒഴിവാക്കി എന്ന് വിചാരിക്കാം. പൊതുസമൂഹത്തിൽ ഇവരെ അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവരെ പല പല ഏർപ്പാടുകളും പലതും പോയി ചെയ്യൂലേ. അപ്പൊ ഈ രണ്ട് എട്ടുകാലികൾ, അതായത് ഈ കാമം കൊണ്ട് കണ്ണ് പൊട്ടിക്കിടക്കുന്ന ഈ രണ്ടെണ്ണം, സ്ത്രീമാംസത്തിന്റെ അടുത്ത് അത്ഭുതം, കൗതുകം, ആശ്ചര്യം, ദാഹവും അല്ലെങ്കിൽ ആഗ്രഹവും അല്ലെങ്കിൽ എന്താ പറയാ ജിജ്ഞാസകളൊന്നും തീരാത്ത രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ട് പുറത്തൊക്കെ ഇട്, അവർ ഈ സമൂഹത്തിന് ഇട്ട് കൊടുക്ക്. ബാക്കി എപ്പോഴല്ലേ? എന്താണ് അഖിലേട്ടാ നിങ്ങൾ എന്താ ഇങ്ങനെ പേടിച്ചു പോയാ? നിങ്ങൾക്ക് പേടില്ല എന്നാട്ടോ നമ്മുടെ വിശ്വാസം.